അപ്പോൾ മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തെ ഭയപ്പെടുന്നില്ലെന്നും സംഘപരിവാറിനെതിരെ ഇനിയും തുറന്നെഴുതുമെന്നും എഴുത്തുകാരിയും നടിയുമായ ലാലി PM. തനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിയ ഇടതുപക്ഷം ഒപ്പം നിന്നില്ല എന്നും ലാലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി ലാലി PMനെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവർ പങ്കെടുത്തൊരു പരിപാടിയിൽ നടത്തിയ ചില പ്രസംഗങ്ങളുടെ പേരിൽ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുമൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. നടി ലാലി നമുക്കിപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരൊരു സൈബർ ആക്രമണത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എനിക്കിതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അക്രമമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം കാരണം അതൊരു ആ പ്രസംഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടത് സാംസ്കാരിക പ്രവർത്തകർ നടത്തിയ ഗാസയിലെ കൂട്ടക്കൊലയെയും അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളെയും കുറിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ അത് തന്നെ ഒരു ഭയങ്കര വികാരോജ്വലമായ ഒരു സമയമായിരുന്നു. നമുക്ക് അറിയാതെ തന്നെ സങ്കടം വരുന്ന ഒരവസ്ഥയിൽ ഈ കണ്ണീരിൻ്റെ ഒരു സങ്കടത്തിൻ്റെ അങ്ങേയറ്റത്തിൽ ഞാൻ കരഞ്ഞു പോയി. അറിയാമെന്നല്ല, ഞാൻ ആ കരഞ്ഞതിലോ പ്രസംഗിച്ചതിലോ എന്തെങ്കിലും തെറ്റ് കാണുന്നില്ല. ഏത് സാഹചര്യത്തിലും ഇപ്പോൾ ഒരു കൊച്ചു വെറുതെ റോഡിൽ കൂടി പോകുമ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചാലും നമ്മൾ ആ കുട്ടികളെക്കുറിച്ച് ചിലപ്പം ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. വളർന്നു വരുമ്പോൾ അവന് ഇങ്ങനെയൊക്കെ ആവേണ്ടതാണ് എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിതിനെ ഒട്ടും എൻ്റെ പേഴ്സണലി എനിക്ക് എതിരായിട്ടൊരു ആക്രമണമായിട്ട് കരുതുന്നില്ല. പക്ഷേ ഇത് ഈ നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായിട്ട് സംഘപരിവാർ നടത്തിയിട്ടുണ്ട് ഉള്ള ഒരു അജണ്ടയുണ്ട്. അത് പിന്നെ മറ്റുള്ളവരെ അപരവൽക്കരിക്കുക. ഫാസിസത്തിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ എതിരാളികളെ അപരവൽക്കരിക്കുകയും ഡീമണൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി അത് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു ഒന്നാമത് ഈ നമ്മുടെ ഇവിടെയുള്ള സംഘപരിവാറുകാർക്കും അതുപോലെ തന്നെ കാസ പോലുള്ള ക്രിസ്തംഖികൾക്കും ഈ പലസ്തീൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി പ്രതികരിക്കുന്ന മുസ്ലിങ്ങളെ ഡീമണൈസ് ചെയ്യുക, അതല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഇവിടുത്തെ ഇന്ത്യയിലെ അജണ്ടയും കൂടി അത് പൂർത്തീകരിക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ എനിക്കെതിരായിട്ടെന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഇത് തന്നെയായിട്ട് എൻ്റെ സഖാക്കൾ പോലും, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ പ്രവർത്തിച്ച സഖാക്കൾ പോലും വഴങ്ങിയെന്നുള്ളതിൽ എനിക്ക് ഭയങ്കരമായ സങ്കടമുണ്ട്. എനിക്കറിയില്ല എന്തായിരിക്കും എൻ്റെ ഭാവിയെന്നോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവിയെന്നോ എനിക്കറിയില്ല. വലിയ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലാലിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൈബർ ആക്രമണം കൊണ്ട് തന്നെ തളർത്താനാവില്ല, അല്ലെങ്കിൽ തന്നെ പേടിപ്പിക്കാനാവില്ല. ഇപ്പോൾ നടന്നു വരുന്ന സൈബർ ആക്രമണങ്ങളെ മൈൻഡ് ചെയ്യുന്നുമില്ല എന്ന് തന്നെയാണ് ലാലി പറയുന്നത്. പറയാനുള്ളത്, സംഘപരിവാറിനെതിരെ പറയാനുള്ളത് തുടർന്നും പറയും, എഴുതുകയും ചെയ്യുമെന്ന നിലപാട് തന്നെയാണ്. സച്ചിൻ സജിക്കൊപ്പം നിതിൻ സേവ്യർ, മീഡിയ വൺ, കൊച്ചി. അപ്പോൾ ചില ആളുകൾ പേനയൊക്കെ വെച്ച് ഫാസിസ്റ്റ് പ്രവണതയ്ക്ക് കീഴടങ്ങി നിൽക്കുമ്പോൾ ചില ആളുകൾ അതിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഐക്യദാർഢ്യങ്ങളിലൊക്കെ വലിയ പക്ഷപാതിത്വവും അവനവന് ആവശ്യമുള്ള ആളുകളോട് മാത്രം ഐക്യപ്പെടുകയും ബാക്കിയുള്ളവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഒരു ഇര കൂടിയാണ്. തീർച്ചയായിട്ടും.